രണ്ട് വീഡിയോ കാണിച്ചു തരാം. அவங்களுக்கு தூக்குறீங்க, அவங்களுக்கு எவ்வளோ வெயிட், அது ஒரு ஃபர்ஸ்ட் பாடி ஷேமிங். என் வெயிட் உங்களுக்கு தெரிஞ்சிட்டு എന്തോ കാണിക്കുന്നത്? വീട്ടിൽ അമ്മയമ്മമാരൊന്നും ഇല്ല. ഈ രണ്ട് വീഡിയോയിലും കോമൺ ആയിട്ടുള്ള എന്താ? കോമൺ ആയിട്ട് ഗേൾസിനെതിരെയുള്ള അസോൾട്ടാണ്. ഓക്കെ. അതുകൂടാതെ ഒരെണ്ണം ബോഡി ഷേമിങ്, ഒരെണ്ണം സെക്സ്വൽ അസോൾട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ രണ്ട് ഇൻസിഡന്റിലും കോമൺ ആയിട്ട് എന്താ ഉള്ള? രണ്ട് ഇൻസിഡന്റും ആരും അവരെ സപ്പോർട്ട് ചെയ്തില്ല. എക്സാക്ട്ലി. ഈ രണ്ട് കേസിലും അവിടെ ഇരുന്ന് ആരും ആ പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതായത് സൊസൈറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നടക്കുന്നത്. ഈ ഫസ്റ്റ് കേസ്, അതായത് ബോഡി ഷേമിങ് നടന്ന നടിയുടെ അടുത്ത് അവരുടെ കൊളീഗ്സ് ആണ് ഇരിക്കുന്നത്. പിന്നീട് വന്നവർ സമാധാനം സോറി പറഞ്ഞു. പക്ഷെ അന്നേരം ആ റേസിംഗ് ടു ദ ഒക്കേഷൻ എന്ന് പറയത്തില്ല, ആ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ പെൺകുട്ടിയെ ബോഡി ഷെയിം ചെയ്യുമ്പോൾ ആ പെൺകുട്ടി പ്രതികരിക്കുന്നു. പക്ഷേ അതിൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ അവളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. രണ്ടാമത്തെ കേസിൽ ഒരു പരിചയവുമില്ലാത്ത ഒരു വ്യക്തി വന്ന് സെക്ഷൽ അസോൾട്ട് ചെയ്യാണ്. ഈ പെണ്ണിന്റെ മടിയിൽ ഇവിടെ പിടിക്കുന്നു, പിന്നെ കൈ വസ്ത്രത്തിന്റെ അടകത്തിടാൻ നോക്കുകയാണ്. പെൺകൊച്ചു ക്യാമറ എടുത്ത് കാണിച്ചിട്ട് ഇയാളെ അടിക്കുന്നു. പക്ഷെ ഒരൊറ്റ മനുഷ്യൻ ആ ബസ്സിൽ ആ കൊച്ചിനെ സപ്പോർട്ട് ചെയ്യോ, അറ്റ്ലീസ്റ്റ് ചോദ്യം ചെയ്യാലോ, അതുപോലും ചെയ്തില്ല. നമ്മുടെ സൊസൈറ്റി അത്രയ്ക്ക് മാറിക്കഴിഞ്ഞു, അത്ര സെൽഫിഷായി. എൻ്റെ മോൻ അങ്ങനെ സെൽഫിഷ് ആകരുത് എന്നും പറഞ്ഞ് എല്ലാ കാര്യത്തിലും ചെന്ന് ചാടാനല്ല പറയുന്നത്. ഇത്തരം റീസണബിൾ ഒരു സിറ്റുവേഷൻ കണ്ടാൽ, അവിടെ ഒരു നീഡ് ഉണ്ടെന്ന് തോന്നിയാൽ അതിന് ജെൻഡർ ഒന്നും വേണ്ട, അവിടെ പ്രതികരിച്ചിരിക്കണം. മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതിന് പ്രതികരണ ശേഷിയാണ്. ഇങ്ങനത്തെ ഒരു ആവശ്യത്തിന് നമ്മൾ സഹജീവികളോട് പ്രതികരിച്ചില്ല, പിന്നെ എന്തിനാ നമ്മൾ മനുഷ്യരായിട്ട് ജീവിക്കുന്നത്? നാട്ടിൽ കഷ്ടം. ഇത് അത് കഴിഞ്ഞ് ഇത് സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായല്ലോ. അപ്പൊ ചോദിക്കുന്നത്, ഈ നടിയോട് ഇതേ ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് ചോദിച്ചു, അപ്പൊ പ്രതികരിച്ചില്ലല്ലോ, ഈ പെൺകുട്ടി എന്തുകൊണ്ട് ആദ്യം തന്നെ അടിച്ചില്ല? ആ പെൺകുട്ടി ക്യാമറ എടുത്ത് വെന്ന് കഴിഞ്ഞിട്ടാണ് അടിച്ചത്, അല്ലെങ്കിൽ ആരും വിശ്വസിക്കത്ത് പോലുമില്ല ചിലപ്പോൾ. പിന്നെ മറ്റേ നടി ആയിക്കോട്ടെ, ഈ പെൺകുട്ടി ആയിക്കോട്ടെ, നമ്മൾ ആരും ആയിക്കോട്ടെ, പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു അസോൾട്ടോ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഒരു മിനിറ്റ് ഫ്രോസൺ ആവും അല്ലേ? ചെറിയൊരു കാര്യം വണ്ടി ഒന്ന് മുട്ടി അല്ലെങ്കിൽ ക്രോസ് ചെയ്യുമ്പോൾ ഒരു വണ്ടി പെട്ടെന്ന് വന്നാൽ തന്നെ നമ്മൾ ഫ്രോസൺ ആവും. ഈ പറയുന്ന എല്ലാവരും ഫ്രോസൺ ആവും. പക്ഷെ ക്വസ്റ്റ്യൻ ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര മിടുക്കാം. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ സഹജീവികളോട് ഒരു ആവശ്യഘട്ടത്തിൽ സഹായിക്കുകയും പ്രതികരിക്കുകയും ചെയ്യണം. ഓക്കെ.